മനസ്സിലാക്കൂ, നമ്മൾ വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹം കഴിക്കാത്തവരാണെങ്കിലും സന്യാസിയാണെങ്കിലും എന്താണെങ്കിലും എന്തല്ലെങ്കിലും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും ഏറ്റവും വലിയ ദരിദ്രനാണെങ്കിലും നമുക്ക് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ കീഴടക്കുക. ഭക്തിയിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈ ലോകത്തിൽ ഏതൊരു കാര്യം ഹൃദയത്തിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റും. പക്ഷെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഇത്രയും കഷ്ടപ്പെട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഒരു ചെറിയ ലാഭമല്ല നമുക്ക് വേണ്ട ഏറ്റവും വലിയ ലാഭമാണ്. കാരണം ഈ ലോകത്തിൽ എത്ര വലിയ സമ്പത്ത് നമ്മൾ നേടിയെടുത്താലും ഒരു ദിവസം അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഒറ്റ നിമിഷം കൊണ്ട്. അംബാനി ഈ ലോകത്തിലെ ഏറ്റവും ധനവാന്മാരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. പക്ഷെ ആള് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു രൂപ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു രൂപ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത് സമ്പന്നനാകാനോ അധികാരം പിടിച്ചടക്കാനോ വേണ്ടിയായിരിക്കരുത്. അതിനും അപ്പുറത്തായിട്ടുള്ളൊരു കാര്യം, ഈ സമ്പത്തിനും അധികാരത്തിനും അപ്പുറത്തായിട്ടുള്ള ആ പരമോന്നത നിധി ഗുരുവായൂരപ്പൻ. അല്ല, ചെറിയ ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ചെറിയ സുഖമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പരമോന്നത സുഖം, പരമാനന്ദം, ഒരിക്കലും തീരാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത, എന്നെന്നും നിലനിൽക്കുന്ന ആ പരമാനന്ദം. അതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് വേണ്ടത്. ശ്രീമതി രാധാറാണിയാണ് നമുക്ക് വേണ്ടത്. ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണന്റെയും സേവനം, ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം, നിത്യാംപ്രഭുവിന്റെ തൃപ്പാദം, ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം, ഇതാണ് നമുക്ക് വേണ്ടത്. അതിനപ്പുറം വേറൊന്നുമില്ല. അന്നേരം നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അതുകൊണ്ട് ഭക്തർ മനസ്സിലാക്കുക, ഞാൻ യാചിച്ചു പറയുകയാണ്, നിങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതൊരിക്കലും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് കൊണ്ടോ, കുടുംബത്തിന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ എത്ര ഓടിയാലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജയമാണ്.